Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimrandasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Swapadantikam Vandeham Shri Gurum Shri Udapadakamalam Shri Gurum Vaishnavamsya Shri Rupam Sagrajatam Sagana Raghunatham Vidam Tam Sajivam Sadvaidam Savadudam Parjana Saidam Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Lalita Shri Vishakam Vidamsya He Krishna Karuna Sindhu Dinabandho Jagatpade Gopesha Gopika Radha Kanda Namosude Tapta Kanjana Gaurangi Radhe Vrindavaneshwari Vrishabhanu Sude Devi Pranamami Hari Priye Vancha Kalpatarubhesha Kripa Sindhu Bevacha Pajidanam Pavanebhyo Vaishnavebhyo Namo Namaha Nama Om Vishnu Padaya Krishna Prishtaya Bhutale Srimade Bhakti Vedanta Swamini Dhanamine Namaste Saraswati Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Sadi Gauravanta Hare Krishna 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 Hare 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 Rama 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 Hare Hare Guruve Gaurachandraya Radhikaya Tadalaye Krishnaya Krishna Bhaktaya Tad Bhaktaya Namo Namah Hare Krishna Hare Om Tat Sat നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 3 20ാമത്തെ ശ്ലോകം മുതൽക്ക്. കർമ്മണൈവാഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രാഹമേവാപി സംപശ്യാൻ കർത്തുമർഹസി. കർമ്മണൈവാഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യാം കർത്തുമർഹസി. പ്രീതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. കർമ്മണൈവാഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. രാധിക മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും, മലയാളത്തിലായും കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ജനകൻ മുതലായ രാജാക്കന്മാർക്കു തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. Kings such as Janaka attained perfection solely by performance of prescribed duties. Therefore, just for the sake of educating the people in general, we should perform yoga. നമുക്കറിയാം, അർജുനൻ തൻ്റെ കർമ്മത്തിൽ നിന്ന് പിന്നോക്കം പോവായിരുന്നു. അതായത് എന്തിനാണ് ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെയും ഗുരുജനങ്ങളെയും എല്ലാം വധിക്കുന്നത്? എൻ്റെ സ്വല്പം അവർ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, എനിക്ക് രാജാവണം, എനിക്ക് രാജ്യഭരണം വേണം ഒക്കെ, അതിനു വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ആൾക്കാരെ ഞാൻ എന്തിനാണ് വധിക്കേണ്ടത്? അത്രയും പാവം ഞാൻ ഏറ്റെടുക്കണം എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ് തൻ്റെ ധർമ്മം, തൻ്റെ കടമ, തൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് കിങ് സച്ച് ആസ് ജനക മഹാരാജ് എങ്ങനെയാണ് ആ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത്? തൻ്റെ കർമ്മം ചെയ്തിട്ടാണ്. അതേപോലെ അർജുന, താങ്കളും തൻ്റെ കർത്തവ്യം, തൻ്റെ കടമ, തൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം. അല്ലാണ്ട് അതൊന്ന് ഒളിച്ചോടി പോവല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയെങ്കിലും, മറ്റുള്ളവർക്കൊരു മാതൃക ആവാൻ വേണ്ടിയിട്ടെങ്കിലും ഈ കർമ്മത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. തൻ്റെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, തൻ്റെ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാണ് ഭഗവാൻ അർജുനനോട്. ഓക്കെ, സോ കിങ്സ് ലൈക്ക് ജനക were all self-realized souls. Consequently, they had no obligation to perform the prescribed duties in the Vedas. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ശുദ്ധ ഭക്തന്മാർ അവരെല്ലാം മൂന്ന് ഗുണങ്ങളിൽ നിന്നും അതീതമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ 3 ഗുണങ്ങളിലും അധീനത്തിലാണ്. അവർ അതീതമായിട്ട് നിൽക്കുന്നത്, നമ്മൾ അധീനത്തിലാണ്. അവരെല്ലാം ശുദ്ധ സാത്വിക് സ്റ്റേജിലാണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ തമോ ഗുണം, അല്ലെങ്കിൽ രജോ ഗുണം, അല്ലെങ്കിൽ സത്വഗുണം.
ഈ ഗുണത്തിൽ ഏതെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മിക്സ്ഡ് ഗുണത്തിലായിരിക്കും. അപ്പോൾ ഈ ശുദ്ധ ഭക്തന്മാർക്ക് ആക്ച്വലി ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും അവർ കർമ്മം ചെയ്യുന്നു. എന്തിന്? മറ്റുള്ളവർക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഓ, ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ എനിക്ക് എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത്? ആവശ്യമില്ലല്ലോ. ഞാൻ എന്തിനാ ഈ കർമ്മം ചെയ്യണം? അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ കർമ്മം ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കർമ്മം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് അവർക്ക് കർമ്മഫലം കിട്ടില്ല. അപ്പൊ അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി അതിനു വേണ്ടിയിട്ടെങ്കിലും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ അർജുനനും ശുദ്ധഭക്തനാണ് അല്ലെ? അർജുനനും ഭഗവാന്റെ അതായത് പാർഷദാണ് എത്രയോ ജന്മങ്ങളുണ്ട്. അപ്പൊ അർജുനും ആക്ച്വലി ശുദ്ധഭക്തനാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അർജുനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ ഇട്ടിരിക്കുന്നു മാത്രം. അതാണ് ഇവിടെ പറയുന്നത്, കിങ്സ് ലൈക്ക് ജനക അവർ ഓൾ സെൽഫ് റിയലൈസ്ഡ്. അവരെല്ലാം ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അവർ ചെയ്യുന്ന യാതൊരു കർമ്മത്തിനും കർമ്മഫലം ഉണ്ടായിരിക്കില്ല. കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ എന്താവും? അതിന് കർമ്മഫലം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ജനക മഹാരാജ്, ഇപ്പൊ ഇവരെല്ലാം മഹാജനങ്ങളാണ് അല്ലെ? 12 മഹാജനങ്ങൾ. അപ്പോൾ ജനക മഹാരാജും ഒരു മഹാജനമാണ്, അതിലുള്ളതാണ്, ആ ലിസ്റ്റിലാണ്. ബ്രഹ്മാവ്, ശിവൻ, പ്രഹ്ലാദൻ, ബലി, സുഖദേവ് ഗോസ്വാമി, ഓക്കെ, പിന്നെ ഭീഷ്മർ, ഇവരെല്ലാം മഹാജനങ്ങൾ. ജനക, ഓക്കെ, പിന്നെ ധർമ്മരാജാവ്, ഇവരെല്ലാം മഹാജനങ്ങൾ. അവരെല്ലാം സെൽഫ് റിയലൈസ്ഡാണ്. അവർക്കൊന്നും നമ്മൾ ചെയ്യുന്ന പോലെ ആ ഒരു പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നു, ചെയ്യണം, തീർച്ചയായിട്ടും കർമ്മം ചെയ്യണം, മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീരണം എന്നാണ് പറയുന്നത്. Nonetheless, they performed all prescribed activities just to set examples for the people in general. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം കർമ്മം ചെയ്യുന്നത്. ജനക വാസ് ദ ഫാദർ ഓഫ് സീത and father-in-law of Lord Sri Rama. Being a great devotee of the Lord, he was transcendently situated. But because he was the king of Mithila, a subdivision of Bihar province in India, he had to teach his subjects how to perform prescribed duties. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഫാദർ-ഇൻ-ലോ ആണ് ആര്? ജനക മഹാരാജ്, സീതാമാതാവിൻ്റെ അച്ഛനാണ്. അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്തു. അതാണ് ജനക മഹാരാജൻ്റെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത്. കാരണം വെച്ചാൽ ജനക മഹാരാജ് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയല്ല, സാധാരണ ഒരു രാജാവല്ല. അദ്ദേഹം 12 മഹാജനങ്ങളുടെ ഒരു മഹാജനം. സോ ലോർഡ് കൃഷ്ണ, അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ പറയുന്നത് യദ്യത് ആചരിത ശ്രേഷ്ഠാസ്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾ എന്തെല്ലാം ആചരിക്കുന്നു, സാധാരണ ജനങ്ങള് അത് അനുകരിക്കും അല്ലെ? അവരെ അനുഗമിക്കും, അവരെ ഫോളോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള സൊസൈറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി, അവർ നല്ല കർമ്മങ്ങൾ ചെയ്യണം, നല്ല വഴിയിൽ കൂടെ നടക്കണം. എന്നാൽ മാത്രമേ പൊതുജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ പറ്റൂ. അപ്പൊ ലീഡേഴ്സ് തന്നെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താൽ എന്താണ്, പൊതുജനങ്ങളും അത് അനുകരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലീഡേഴ്സ്, സൊസൈറ്റിയിലെ ലീഡേഴ്സ്, അതോറിറ്റീസ്, റൂളേഴ്സ്, ഇവരെല്ലാം അറ്റ്ലീസ്റ്റ് സത്വഗുണ ഉള്ള ആൾക്കാരായിരിക്കണം. സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാവില്ല. പ്രജകളുടെ ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും. നമ്മൾ കാട്ടാളന്മാരെ അല്ലെങ്കിൽ കള്ളന്മാരെ തിരഞ്ഞെടുത്താൽ നമ്മളെന്താവും? നമ്മളും അവരെ പോലെയാവും. അപ്പം നമ്മളാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെയാണ് കുറ്റപ്പെടുന്നത്. ജനങ്ങളെ എങ്ങനെ, ഏത് ആൾക്കാരെയാണോ നമ്മൾ അധികാരത്തിൽ കൊണ്ടിരുന്നത്, അതനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു നല്ല ജീവിതം, അത് ചീത്ത ജീവിതം. അതായത് നല്ല പൊളിറ്റീഷ്യൻസ് വരാം, നല്ല മിനിസ്റ്റേഴ്സ് വരാം, നല്ല രാജാക്കന്മാർ വന്നാൽ നമുക്കും നല്ലത് വന്ന് ഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ ജനക മഹാരാജ് നല്ല രാജാവായിരുന്നു, അതേസമയം നല്ലൊരു ഡിവോട്ടിയും കൂടിയാണ്. So Lord Krishna and Arjuna, the Lord's eternal friend, had no need to fight in the battle of Kurukshetra, but they fought to teach people in general what violence is also necessary
in a situation where good arguments fail. ഇവിടെ പറയുന്നുണ്ട് വീണ്ടും അല്ലെ, ലോർഡ് ശ്രീകൃഷ്ണ ആൻഡ് അർജുന. അർജുന ദ ലോർഡ്സ് എറ്റേണൽ ഫ്രണ്ട് ആണ്. അപ്പൊ ഈ സമയത്ത് മാത്രമല്ല ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് അർജുനൻ വന്നിരിക്കുക. എറ്റേണൽ, ശാശ്വതമായിട്ട് അർജുനന്റെ സഖാഭാവത്തിലുള്ള ഒരു കൂട്ടുകാരനാണ്, സഖയാണ് ആരെ? അർജുനൻ. അദ്ദേഹത്തിന് ഈ കുരുക്ഷേത്ര യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും കൂടി സാധാരണ ജനങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുവരാനും അവരോട് പറഞ്ഞു കൊടുക്കാനും, അതായത് വയലൻസ്, ഹിംസ, അതും ചില സമയത്ത് ചെയ്യേണ്ടി വരും. ഇവിടെ നല്ല ആർഗ്യുമെന്റ് തോൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡയലോഗ് ചെയ്തു. ഈവൻ കൃഷ്ണൻ സ്വയം ചെന്നു ദൂതനായിട്ട് അല്ലേ, കൗരവന്മാരുടെ അടുത്ത്, ദുര്യോധന എടുത്തിട്ട്, പക്ഷെ നടന്നില്ല. എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ അതേപോലെ നമ്മളെ ഒരാളെ വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അവസാനം വടിയെടുക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ യുദ്ധത്തിന്റെ ഒരു സിറ്റുവേഷൻ വന്നു. ആർഗ്യുമെന്റ്സ് എല്ലാം ഫെയിലായി. ബിഫോർ ദ ബാറ്റിൽ ഓഫ് കുരുക്ഷേത്ര എവറി എഫേർട്ട് വാസ് മെയ്ഡ് ടു അവോയ്ഡ് ദ വാർ ഈവൻ ബൈ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ബട്ട് ദ അതർ പാർട്ടി വാസ് ഡിറ്റർമിൻഡ് ടു ഫൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ വഴികളും നോക്കി. സ്വയം ഭഗവാൻ പോയി ദൂതനായിട്ട് ഒരു കോംപ്രമൈസിനെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം തോറ്റു, എല്ലാ വാതിലും അടഞ്ഞു. പിന്നെ എന്തേ, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നമ്മൾ, അതായത് മാക്സിമം ഹിംസ അവോയ്ഡ് ചെയ്യണം. യുദ്ധം അവോയ്ഡ് ചെയ്യണം. എല്ലാവർക്കും ആഗ്രഹം, ആർക്കും യുദ്ധം വേണ്ട. യുദ്ധം മീൻസ് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, യുദ്ധത്തിന് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതെല്ലാം ശ്രമിച്ചു, പക്ഷേ അതെല്ലാം തോറ്റുപോയി. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായിട്ട് വന്നത്. സോ ഫോർ സച്ച് എ റൈറ്റ് കോസ് ദർ ഇസ് എ നെസസിറ്റി ഫോർ ഫൈറ്റിംഗ്. അപ്പോൾ അത് എന്താണ് കോസ്? റൈറ്റ് കോസ് ആണ്. എന്തിനാണോ നമ്മൾ യുദ്ധം ചെയ്യുന്നത് അത് നല്ല ആവശ്യത്തിന്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഒരാളുടെ ഈഗോ ക്ലാഷ് അല്ല ഇവിടെ. ഒരു ആളുടെ ഈഗോ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമല്ല, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അസുരന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനത്തെ ഒരു റൈറ്റ് കോസിന് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വാളെടുക്കാം, വടിയെടുക്കാം എന്നാണ് പറയുന്നത്. സോ ഓൾദോ one who is situated in Krishna consciousness may not have any interest in this world, he still works to teach the public how to live and how to act. Experienced persons in Krishna consciousness can act in such a way that others will follow, and this is explained in the following verse. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ, അതായത് നല്ല രാജാക്കന്മാർ, നല്ല റൂളേഴ്സ്, ലീഡേഴ്സ്, പൊളിറ്റീഷ്യൻസ് എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ അവരുടെ ആ പാത്തിൽ അവരെ ഫോളോ ചെയ്യും, അവരെ അനുഗമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ സൊസൈറ്റിയിലെ നല്ല ആൾക്കാരായിരിക്കണം ലീഡറായിട്ട് വരേണ്ടത്. ലീഡർ മീൻസ് വൺ ഹു ലീഡ്സ് അല്ലേ, ലീഡർ മീൻസ് വൺ ഹു ലീഡ്സ്. അപ്പോൾ അതിന് കഴിവുള്ള ആളായിരിക്കണം, യാതൊരു പാഴ്ചയായിട്ട് ഇല്ലാണ്ട്, തൻ്റെ സ്വന്തം താല്പര്യം നോക്കാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് വേണ്ടത്. ആക്ച്വലി ലീഡർ പറഞ്ഞാൽ എന്താണ്, അവരുടെ എല്ലാം പ്രജകൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ശരീരവും അവരുടെ സമയവും എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഒഴിഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ലീഡേഴ്സ് സൊസൈറ്റിയിൽ ആവശ്യമാണ്. അപ്പോൾ അർജുന, അങ്ങും ഈ യുദ്ധത്തിന് ഒളിച്ചോടാൻ പാടില്ല. ഒരു കർമ്മമാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് അവരെ നല്ല വഴിക്ക് നയിക്കണമെങ്കിൽ അങ്ങ് ഇതിൽ പങ്കെടുത്തേ പറ്റൂ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കമൻസോ ഉണ്ട് ഇതിൽ, ഈ ശ്ലോകത്തിൽ? ഇല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പോവാം. ഓക്കെ, 21. ഞാൻ പറഞ്ഞ ആദ്യ ശ്ലോകം.
യദ്യത് ആചരതി ശ്രേഷ്ഠസ് തദ്ദത് ഏവ തരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തസ് അനുവർത്തതേ. യദ്യത് ആചരതി ശ്രേഷ്ഠസ് തത്തത് ഏവ തരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തസ് അനുവർത്തതേ. ഓക്കെ, ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. യദ്യദാചരതി ശ്രേഷ്ഠസ്ത ദേവേതരോ ജനാ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രീദേവി മാതാജി, ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകം മൊട്ടാകെ ആദരിക്കുന്നു. ഹരേ കൃഷ്ണ. Whatever action a great man performs, common men follow. In whatever standards he sets by exemplary acts, all the world pursues. Okay, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ മക്കള്, അച്ഛനും അമ്മ എന്താണ് കാണിക്കുന്നത്, വീട്ടിലുള്ള ആൾക്കാർ മെമ്പേഴ്സ് എന്താണ്, അതാണ് അനുകരിക്കുക, അല്ലേ? അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയാൽ മക്കളും അത് കണ്ടുപിടിക്കും. അല്ല, നമ്മുടെ വീട്ടില് അടിപിടി കൂടുകയാണ്, പിന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്, അതന്നെ അവരും ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ വീട്ടിൽ പുറമെ വല്ലവരും വീട്ടിൽ പോയാൽ കുട്ടിയോട് എന്തെങ്കിലും വിളിച്ച് പറയും. അപ്പൊ അച്ഛനും മിണ്ടാണ്ടിരിക്കാൻ പറയും. അച്ഛനും അമ്മ എന്താണ് വീട്ടിൽ പറയുക, അതന്നെ ഇവിടെ മക്കൾ അനുകരിക്കുന്നത്. അത് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ ആ ലീഡേഴ്സ്, അതോറിറ്റീസ്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് തീർച്ചയായിട്ടും ഒരു മോഡലാവണം. വാട്ട് എവർ ആക്ഷൻ എ ഗ്രേറ്റ് മാൻ പെർഫോംസ്, അങ്ങനത്തെ ആ വിശിഷ്ടമായിട്ടുള്ള ഭക്തന്മാരെ എന്താണ് പെരുമാറുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, സാധാരണ ആൾക്കാർ അത് ഫോളോ ചെയ്യും. കാരണം അവർക്ക് അറിയില്ല. സാധാരണ ആൾക്കാരിൽ നിന്നും വളരെ ഉയർന്ന തലത്തിലാണല്ലോ വിശിഷ്ട വ്യക്തികള്, ഭക്തന്മാര്. ആ ഭക്തന്മാര് അത് സോകോൾ ഭക്തന്മാരാണെങ്കിൽ, അതായത് ഭക്തന്മാർ വെറും വേഷഭൂഷത്തിലാണെങ്കിൽ കാര്യമില്ല. ഉള്ളിൽ നിന്ന് ഭക്തനായിരിക്കണം. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഇപ്പൊ നമുക്ക് നല്ല തിലകിട്ട് പഞ്ചകച്ചെടുത്ത് കൊടുത്തെടുത്തിട്ട് കണ്ണിമാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് പബ്ലിക്കിന്റെ അവിടെ മുമ്പിൽ വരാം. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഞാനൊരു ഭക്തനാണെന്ന് എല്ലാവരും കാണിച്ചാൽ, ഒരു ഡോക്ടറെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, ഡോക്ടറുടെ കോട്ടും സ്റ്റെതസ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ പറയും. പക്ഷേ അങ്ങനെ ഡോക്ടർ അല്ലാത്ത ആളും അങ്ങനെ വന്നാൽ നമ്മൾ ഡോക്ടറായിട്ട് കാണും, അല്ലേ? അറിയില്ല, നമുക്കറിയില്ലല്ലോ, ഇത് എക്സ്റ്റേണൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് അറിയില്ല. അപ്പൊ അതേപോലെ നമ്മളും എക്സ്റ്റേണലി വൈഷ്ണവനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഉള്ളിൽ നമ്മൾ വൈഷ്ണവനല്ല, അല്ലേ? അപ്പൊ അതേപോലെ ചതിക്കപ്പെടുന്നു ഒരുപാട് ആൾക്കാർ, പാവങ്ങള്. അതേപോലെ ഒരുപാട് സാധാരണ ആൾ ദൈവങ്ങൾ വരുന്നു. ഞാനും ദൈവമാണ്, അയാളും ദൈവമാണ്, എല്ലാവരും ദൈവം. സാധാരണ ആൾക്കാർ കബളിപ്പിക്കപ്പെടുകയാണ്. കാരണം ശാസ്ത്രത്തിൽ അങ്ങനത്തെ ഒരു ദൈവത്തിനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരെ അതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി കലിയുഗത്തില് മുക്കിലും മൂലയിലും ഭഗവാന്മാരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ശാസ്ത്രം, ഭഗവത്ഗീത, ഭാഗവതം, വേദഗ്രന്ഥങ്ങള്, ഉപനിഷത്തുകള്, ഇതെല്ലാം എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഓക്കെ, ഇത് ശരിയാണോ അല്ലേ? അപ്പൊ പക്ഷെ അതിനുള്ള അറിവ് സാധാരണ ജനങ്ങൾക്കില്ല. അതുകൊണ്ടാണ് കബളിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും എന്താണ് അങ്ങനത്തെ ആക്ഷൻസെ പെർഫോം ചെയ്യാൻ പാടുള്ളൂ, നല്ലത്. കാരണം സാധാരണ ആൾക്കാർ അവരെ ഫോളോ ചെയ്യും. അപ്പൊ എന്താണ് അവരൊരു സ്റ്റാൻഡേർഡ് വെക്കുന്നത്, അതാണ് സാധാരണ ആൾക്കാര് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു നല്ല ശ്ലോകമാണ്. വാട്ട് എവർ ആക്ഷൻ a great man performs, common men follow, and whatever standards he sets by exemplary acts, all the world pursues. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതിനുള്ള അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ള ആൾക്കാരെ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫിലിം സ്റ്റാർസിന്റെ ഫാൻസ് ക്ലബ്ബ്, സ്പോർട്സ് സ്റ്റാറിന്റെ ഫാൻസ് ക്ലബ്ബ്, അതേപോലെ പൊളിറ്റീഷ്യൻസിന്റെ ഫാൻസ് ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് കാണും. എന്താണ്, സാധാരണ ആൾക്കാർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പൊ അവരെ ആദരിക്കുന്നു, അല്ലേ? അവരെ അഡോർ ചെയ്യുന്നു. പക്ഷെ അവര് മനസ്സിലാക്കണം, ഞാൻ എന്താണോ ചെയ്യുന്നത് ഇവരെ എന്നെ അനുകരിക്കുന്നുണ്ട്,
അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ല എന്ന് അവർ മനസ്സിലാക്കി. കാരണം വെച്ചാൽ ദേ ആർ റെസ്പോൺസിബിൾ പേഴ്സണാലിറ്റീസ് ഇൻ ദ സൊസൈറ്റി. അത് ഇപ്പോൾ കാരണം സാധാരണ ആൾക്കാർക്ക് അതിനുള്ള വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അവര് എന്താ ഒരാൾക്കാർക്ക് ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ ഒരാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അത് വളരെ അതിശയത്തോടു കൂടി കാണുന്നു. ഞാൻ അദ്ദേഹം ആവാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിനെ അനുകരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടും. സോ പീപ്പിൾ ഇൻ ജനറൽ ഓൾവേസ് റിക്വയർ എ ലീഡർ who can teach the public by practical behavior. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ആചാർ പ്രചാർ, എന്താണോ ആചരിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുക. സാധാരണ നമ്മൾ കാണുന്ന സോ കോൾഡ് സാധുസ് അവരെന്താണോ പറയുന്നത് അത് ചെയ്യുന്നില്ല, അവര് ആചരിക്കുന്നില്ല, അവര് വെറും ലിപ് സർവീസേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരുപാടുണ്ട്. അവർ പുറത്ത് പറയുമ്പോൾ പ്രശ്നം ഭയങ്കര എന്താ പറയുക വൊക്കാബുലറി ആയിരിക്കും, വേർഡ് ജഗ്ലറി ആയിരിക്കും. ഓക്കെ, മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് തോന്നി ഓ വലിയൊരാളാണ്, വലിയൊരു സാധുവാണ്. പക്ഷെ വീട്ടിൽ ചെന്നാൽ അവർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ റൂമിലെത്തിയ, അവരുടെ ആശ്രമത്തിലെത്തിയ, ഓക്കെ, അതിലെല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളാണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ആരെ ഫോളോ ചെയ്യണം, ആരെ ഫോളോ ചെയ്യരുത് നമ്മൾ മനസ്സിലാക്കണം. സോ എ ലീഡർ കനോട്ട് ടീച്ച് ദ പബ്ലിക് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് ഇഫ് ഹി ഹിംസെൽഫ് സ്മോക്സ്. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഞാൻ സ്മോക്ക് ചെയ്യാണ്, എന്നിട്ട് മറ്റുള്ളവർ പറയാണ് നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല. എങ്ങനെയാണ് പബ്ലിക് കേൾക്കുക? ഞാൻ സ്വയം അത് ആചരിക്കുന്നില്ല. അപ്പോൾ എന്താണോ ആചരിക്കുന്ന അതേ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. എന്ത് നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ ആചരിച്ച് കാണിക്കണം. എനിക്ക് ഏതൊരു സന്യാസിയുടെ അടുത്ത് ഒരു അമ്മ ചെന്നൊരു പറഞ്ഞു, അപേക്ഷിച്ചു, എൻ്റെ മകൻ എപ്പോഴും ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് അസുഖം പിടിക്കുന്നുണ്ട്, അവന് പല്ലുവേദനയ്ക്കുണ്ട്, അതുകൊണ്ട് സ്വാമിജി ഒന്ന് പറയണം അവനോട്, അത് നല്ലതല്ല, ഒന്ന് നിർത്താൻ വേണ്ടി പറയണം. സ്വാമിജി പറഞ്ഞാൽ അവൻ കേൾക്കും. സ്വാമിജി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ മോനെയും കൂട്ടി പോയി 10 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു മോനെ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, നല്ലതല്ല, അത് പല്ലിന് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിനോട് എപ്പോഴും ഒന്ന് കഴിക്കുന്നത് ഓക്കെ, പക്ഷെ റെഗുലറായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അമ്മ ചോദിച്ചു ഇതേ കാര്യം അന്ന് 10 ദിവസം വരുമ്പോൾ മുമ്പ് ഞാൻ വന്നപ്പോൾ പറയാമായിരുന്നില്ലേ, എന്തിനാ എന്നോട് വീണ്ടും നടത്തിച്ചത്? അപ്പൊ സ്വാമി അന്ന് വന്ന സമയത്ത് ഞാനും ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയാ, അവർ നല്ല സാധുവാണ് അയാള്, അല്ലേ? അപ്പൊ എന്താണോ നമ്മൾ ആചരിക്കുന്നത് അതേ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടും. അപ്പൊ ആചരണം ആൻഡ് പ്രചരണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാണ്. ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്, അതാണ് ഒരു ആചാര്യൻ. ഒന്ന് പറയാ, വേറൊന്ന് ചെയ്യുക, അതല്ല. അപ്പൊ നമ്മള് ഇന്റേണലിയും എക്സ്റ്റേണലും ഒന്നായിരിക്കണം. അതായത് മനസ്സാ വാചാ കർമ്മണ, മനസ്സിലൊന്ന് ചിന്തിക്കുക, വാക്കുകൊണ്ട് നമ്മൾ വേറൊന്ന് പറയുക, കർമ്മം കൊണ്ട് വേറൊന്ന് ചെയ്യുക. ഇത് ശരിയാവോ? ഇല്ല. മനസ്സാ വാചാ കർമ്മ എല്ലാം ഒന്നായിരിക്കണം, അലൈൻമെന്റ് ആയിരിക്കണം, അതിൽ വ്യത്യാസം പാടില്ല. ഇപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, വൺ ഹു ടീച്ചേഴ്സ് ഇൻ ദാറ്റ് വേസ് കോൾഡ് ആചാര്യ. എന്നാണ് ആചാര്യൻ. അങ്ങനെ അവർ ഐഡിയൽ ടീച്ചർ. ആചരിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ആചരിക്കാതെ അവർ പ്രചരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഐഡിയൽ ടീച്ചർ ആവണമെങ്കിൽ ആചാര്യനാവണം, ആചരിക്കും വേണം. അതന്നെ എന്താണോ ആചരിക്കുന്നത് അത് പ്രചരിപ്പിക്കണം. അല്ലാണ്ട് താൻ ആചരിക്കുന്നില്ല മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ 16 മാല ചെല്ലുന്നുണ്ട്, ചെല്ലുന്നില്ല, നിങ്ങളോട് പറയണം നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ 16 മാല ചെല്ലണം. അത് എഫക്റ്റ് ആവില്ല. ഞാൻ പറയുന്നതിലും ഒരു എഫക്റ്റീവ്നെസ് വരില്ല. കാരണം വെച്ചാൽ ഞാൻ സ്വയം ആചരിക്കുന്നില്ല. അത് ഞാൻ അതേപോലെ ആചരിക്കേണ്ട, എനിക്ക് അതിൻ്റെ ഒരു കൺവിക്ഷനോടുകൂടി നമുക്ക് പറയാൻ പറ്റും. അത് നിങ്ങളുടെ അതായത് ഹൃദയത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ ആചാര്യ ഓർ ദ ഐഡിയൽ ടീച്ചർ എന്ന് പറയുന്നത്. Therefore, teacher must follow the principles of Shastra, scripture to teach the common man. അപ്പൊ ശാസ്ത്രത്തിൽ എന്താണോ ആ വിധികൾ പറഞ്ഞ ആ വിധി പ്രകാരം
അവര് ഫോളോ ചെയ്താൽ മാത്രമേ മറ്റുള്ള സാധാരണക്കാരെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ദ ടീച്ചർ കനോട്ട് മാനുഫാക്ചർ റൂൾസ് against the principles of revealed scriptures. ഒരിക്കലും ഒരു ടീച്ചറെ എന്താണോ നമ്മുടെ സനാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ അതിൻ്റെ വിപരീതമായിട്ട് പോകാൻ പറ്റില്ല. സ്വന്തം റൂൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെ ഡൈല്യൂട്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് അതോറിറ്റി തരുന്നു. മത്സ്യമാംസം എപ്പോഴെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഏതെങ്കിലും ആചാര്യം പറയോ? ഇല്ല. അത് അദ്ദേഹം അതിനെ കോൺകോക്ട് ചെയ്യുന്ന, അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാളും പറയാൻ പാടില്ല. ഇതെല്ലാം പാപകർമ്മങ്ങളാണ്. So the revealed scriptures like Manu Samhita and similar others are considered the standard books to be followed by human society. അപ്പോൾ അതിൻ്റെ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്, അതിൻ്റെ ഉദാഹരണത്തിന് മനു സംഹിത തുടങ്ങിയിട്ടുള്ള സെറ്റ് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്യണം. Thus the leader's teaching should be based on the principles of such standard shastras. One who desires to improve himself must follow the standard rules as they are practiced by great teachers. അപ്പോൾ നമ്മൾ ആധ്യാത്മിക തലത്തിൽ നമ്മൾക്ക് ഒരു ഉന്നതി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ശാസ്ത്രങ്ങളെ ഗുരു സാധു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. The Srimad Bhagavatam also affirms that one should follow in the footsteps of great devotees, and that is the way of progress on the path of spiritual realization. Mahajana ena gatasu pantha. മഹാജന ഏന ഗതാസു പന്ഥ. മഹാജനങ്ങളെ നമ്മൾ പിന്തുടരണം, അവരുടെ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അത് ബാധകമല്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഇംപെർഫെക്റ്റ് സെൻസസ് കൊണ്ട് നമ്മളുടെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് മാൻമെയ്ഡ് ലോസ്, അതാണ് ഇവിടെ കലഹങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ ഇപ്പോൾ സിവിൽ ലോസ്, സ്റ്റേറ്റ് ലോസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആൾക്കാരുണ്ടാക്കിയിരിക്കുന്നത്. ആൾക്കാരുടെ തോട്ട്സ്, അവരുടെ ഊഹാപോഹങ്ങൾ, അവരുടെ ഇമാജിനേഷനാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ശരിയാവാം, തെറ്റാവാം, നല്ലതാവാം, ചീത്തയാവാം. പക്ഷെ ഭഗവാന്റെ എന്താണ് ആ നിയമങ്ങളെ അപൗരുഷയാണ്. അത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെടാത്തതാണ്, മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. അപൗരുഷയ ഭഗവാൻ സ്വയം നമുക്ക് നിർദ്ദേശിക്കുന്ന ഭഗവത്ഗീത സ്പോക്കൺ ബൈ ദ സുപ്രീം ലോർഡ് കൃഷ്ണ, ഭാഗവതം സ്പോക്കൺ അബൌട്ട് ദ സുപ്രീം ലോർഡ് കൃഷ്ണ ആൻഡ് ഡിവോട്ടീസ് അല്ലേ. അപ്പൊ അതെല്ലാം അപൗരുഷയ, ഒരു മനുഷ്യനുണ്ടാക്കിയതല്ല. അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമങ്ങൾ, അതാണല്ലോ പല നിയമങ്ങളും മാറ്റി എഴുതപ്പെടുന്നത്. ഒരു സൊസൈറ്റിയിലെ ഒരു നിയമം ഉണ്ടാക്കി, അത് കുറച്ചു കാലം അത് നടത്തി ആ നിയമം. പക്ഷെ അതിൽ ഒരുപാട് ഫ്ലോസ്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതിനെ അമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യുന്നു, പുതിയ നിയമം കൊണ്ടുവരുന്നു. കാരണം നമ്മളെ എന്താണ് ടെസ്റ്റ് ആൻഡ് ട്രയലാണ്, എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളൊന്നും അതൊന്നും ശാശ്വതമല്ല. അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ്, ദേശകാല പാത്രത്തിനനുസരിച്ചിട്ട് ആ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കൊല്ലത്തും ഉണ്ടാക്കിയ നിയമം 10 കൊല്ലം കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അന്നത്തെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം അത് വേറെ ആയിരിക്കും. പക്ഷെ ഭഗവത്ഗീതയിൽ പറയുന്ന ആ നിർദ്ദേശങ്ങൾ, ആ നിയമങ്ങൾ ഒരിക്കലും മാറില്ല, ഒരിക്കലും മാറില്ല. ജന്മം, മൃത്യു, ജരാവ്യാധി 5000 വർഷം മുമ്പേയും 5 മില്യൺ വർഷം മുമ്പേയും 50 മില്യൺ വർഷം, ഇനി 50 മില്യൺ വർഷത്തിന് ശേഷം ഇതുണ്ടാവും. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ഈ നിയമം മാറില്ല അല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവത്ഗീത, ഭാഗവതം ഉദ്ഘോഷിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ശാശ്വതമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, നിയമങ്ങളാണ്. അതാണ് വ്യത്യാസം, മാൻമെയ്ഡ് ആൻഡ് ഗോഡ് മെയ്ഡ്. So the king or the executive head of state, the father and the school teacher are all considered to be natural leaders of the innocent people in general. ഉദാഹരണത്തിന് പറയുന്ന രാജാവ്, ഓക്കെ, ഹെഡ് ഓഫ് സ്റ്റേറ്റ്, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ലൈക്ക് മിനിസ്റ്റേഴ്സ്, ഫാദർ ആൻഡ് ദ സ്കൂൾ ടീച്ചർ, അച്ഛൻ, സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം നാച്ചുറൽ ലീഡേഴ്സ് ആണ് ഓഫ് ദ ഇന്നസെന്റ് പീപ്പിൾ ഇൻ ജനറൽ. സാധാരണ ആൾക്കാര് അവർ ഇന്നസെന്റ് ആണ്, അവർക്ക് അറിയില്ല
അവരെ നല്ല വഴിക്ക് നയിക്കേണ്ടത് ഇങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. രാജാവ്, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഓക്കെ, അച്ഛൻ, സ്കൂൾ ടീച്ചേഴ്സ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ നന്നല്ലെങ്കിൽ സാമാന്യ ജനങ്ങളും അതേപടിയായിരിക്കും. സോ ഓൾ സച്ച് നാച്ചുറൽ ലീഡേഴ്സ് ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ടു ദർ ഡിപ്പെൻഡൻസ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവരെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. Therefore, they must be conversant with standard books of moral and spiritual codes. അപ്പോൾ എന്താണ് മോറൽ കോഡ്സ്, എന്താണ് എത്തിക്സ്, എന്താണ് സ്പിരിച്വൽ കോഡ്സ്, ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും ഈ ബോധം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സമൂഹം നന്നാവും. ജൈസ രാജ വൈസ പ്രജ. എങ്ങനെയാണോ രാജാവ് അതേപോലെയാണ് പ്രജകളും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരും ലീഡേഴ്സും നമ്മുടെ സൊസൈറ്റിയിൽ വേണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു നല്ല ശ്ലോകമാണ്. യദ്യത് ആചരതി ശ്രേഷ്ഠസ് തദ്ദത് ഏവതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തസ് അനുവർത്തതേ. ഇത് ബൈഹാർട്ട് ചെയ്താൽ നന്നായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ ഇതിനെ പറ്റിയിട്ട്? ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ നമ്മള് ഗുരു ആണെങ്കിലും കൂടി പറയുന്നത് ആചരിക്കുന്നതില്ലെങ്കിൽ ഗുരുവിനെ തിരസ്കരിക്കുക, അങ്ങനെ കേൾക്കാറുണ്ടല്ലോ, അല്ലെ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷൻ വരുന്നതായിരിക്കണം. എനിക്ക് ആ പരമ്പരയിൽ വരുന്നതായിരിക്കണം. അപ്പം നമ്മൾ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ബ്ലൈൻഡ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് മാജിക് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു, അല്ലേ? അതൊന്ന് എന്താണ് ഗുരുവിൻ്റെ ക്രൈറ്റീരിയ, ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ക്രൈറ്റീരിയ, ആ ക്വാളിഫിക്കേഷൻ, ആ യോഗ്യതകളെല്ലാം ഒരു ഗുരുവിലുണ്ടെങ്കിൽ നമുക്ക് ഗുരുവിനെ സ്വീകരിക്കാം. പരമ്പരയിൽ വരണം, ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോകണം, ഓക്കെ, നമ്മളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കണം. അല്ലാണ്ട് നമ്മൾ പോയിട്ട് 1000 രൂപ കൊടുക്കുക, എനിക്കൊരു മന്ത്രം പറഞ്ഞു തരും, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ കിട്ടണം, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടണം, എനിക്ക് വീട് വേണം, ഇതൊന്നും ചെയ്യുന്ന ആൾക്കാർ ഗുരുക്കളല്ല, ഗുരുക്കന്മാരല്ല. നമ്മളെ ആധ്യാത്മിക പാതയിൽ കൂടെ കൊണ്ടുപോയി ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്ന ഒരു ഭക്തനാണ് ശരിക്കുള്ള ഗുരു. അപ്പൊ അതുകൊണ്ട് അതൊന്നും വ്യതിചലിച്ച്, അപ്പോ ബലി മഹാരാജ് തൻ്റെ ഗുരുവായ ശുക്രാചാര്യനെ റിജക്റ്റ് ചെയ്തു. ശുക്രാചാര്യൻ പറഞ്ഞു, ഇത് വാമനൻ ഒരു ബ്രാഹ്മണനല്ല, അദ്ദേഹം സ്വയം ഹരിയാണ്, സ്വയം വിഷ്ണുവാണ്, തന്നെ ചതിക്കാൻ വേണ്ടി വന്നാണ്, തൻ്റെ എല്ലാ ഈ 3 ലോകത്തിന്റെ ആധിപത്യം ത്യജിക്കേണ്ടി വരും, അദ്ദേഹം എല്ലാം അപഹരിക്കും. അതുകൊണ്ട് കൊടുക്കരുത്, വാക്ക് കൊടുക്കരുത്. ഈവൺ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചെടുക്കാനുള്ള ആ ഒരു സംവിധാനവും ഉണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല, സമ്മതിക്കരുത്. അപ്പൊ എന്താണ് ശുക്രാചാര്യൻ ചെയ്തത്? ശുക്രാചാര്യൻ ചെയ്തത് നല്ലതാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബലിമഹാരാജിന് അറിയാം. ബലിമഹാരാജാവിന് ആ ഭഗവാന്റെ കൃപ കൊണ്ട്, ബലിമഹാരാജിന്റെ കൃപാസിദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്. പ്രഹ്ലാദ് മഹാരാജ് മുത്തശ്ശന്റെ കൃപാസിദ്ധി, അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് ബലിമഹാരാജിന് അറിയാം, ഇത് സാധാരണ ഒരു ബ്രാഹ്മണനല്ല, ഒരു കുള്ളൻ ബ്രാഹ്മണനല്ല, ഇത് സ്വയം വിഷ്ണു ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ കണ്ട നിമിഷം തന്നെ ശരിക്കും അവിടെ പ്രോസ്ട്രേറ്റഡ് ഒബേസൻസസ് കൊടുക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അസുരവർഗത്തിൽപ്പെട്ട ഇദ്ദേഹം അങ്ങനെ എല്ലാവരും മുമ്പില് നമസ്കാരം ദണ്ഡവത്ത് കൊടുക്കുമ്പോൾ അവരെന്ത് തെറ്റിദ്ധരിക്കാൻ വേണ്ടി മനസ്സിൽ മാത്രം ചെയ്തു. ശുക്രാചാര്യൻ ദൈത്യന്മാരുടെ ഗുരുവാണ്. അപ്പൊ ഇദ്ദേഹം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കഞ്ഞി മുട്ടും. അതുകൊണ്ട് ശുക്രാചാര്യൻ പറഞ്ഞു, കൊടുക്കരുത്, വിഷ്ണുവാണ്, ചതിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്കിലും ബലി മഹാരാജന് മനസ്സിലായി ഇത് ഭഗവാൻ വിഷ്ണുവാണ്. ഭഗവാൻ വിഷ്ണുവിനെ സമർപ്പണം ചെയ്തിട്ടില്ലെങ്കിൽ
പിന്നെ ആർക്കാണ് സമർപ്പണം ചെയ്യേണ്ടത്? അപ്പോ തൻ്റെ ആ ശരണാഗതിക്ക് വിഘ്നമായി വന്നിട്ടുള്ള ആ ശുക്രാചാര്യൻ തൻ്റെ ഗുരുവിനെ റിജക്ട് ചെയ്തു. അല്ലെ? അതേ ഗുരുവാണ് ഇദ്ദേഹത്തിനെ ജീവൻ, അതായത് മൃതസഞ്ജീവനി ആ മന്ത്രം കൊണ്ട് ജീവൻ കൊടുത്ത് തിരിച്ച് ജീവിപ്പിച്ചത്, പുനർജീവനം വരുത്തിയത് അല്ലേ ആ. പ്രഭുജി? ശുക്രാചാര്യർക്കാണ് കാണിച്ചാൽ ദേവാസുര യുദ്ധത്തില് മന്ഥനം, അതായത് സമുദ്ര മന്ഥനം കഴിഞ്ഞ ശേഷം രണ്ടുപേരും തമ്മിൽ ഭയങ്കര യുദ്ധമായി, ദേവന്മാരും ദൈത്യന്മാരും അസുരന്മാരും. അതില് ബലി മഹാരാജ് മരിച്ചു. എന്നിട്ട് ശുക്രാചാര്യനാണ് അദ്ദേഹത്തിനെ ജീവിപ്പിക്കുന്നത്. ആ ശുക്രാചാര്യൻ തന്റെ ഗുരുവിനെ തിരസ്കരിച്ചു. ഓക്കെ മാതാജി. സോ അടുത്തത് ടെക്സ്റ്റ് 22. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. സ്വാതി മാതാജി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തവ്യവാപ്തവ്യം വർത്തായേവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീതു മാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. O son of Partha, there is no work prescribed for me within all the three planetary systems, nor am I in want of anything, nor have I a need to obtain anything, and yet I am engaged in prescribed duties. ഓ സൺ ഓഫ് പൃഥ എന്നാണ്, പാർത്ഥ എന്നല്ല. പാർത്ഥ എന്ന് പറഞ്ഞാൽ അർജുനൻ, പൃഥ എന്ന് പറഞ്ഞാൽ കുന്തി ദേവി. ഓക്കെ, കുന്തി ദേവിയുടെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് പൃഥ. പാർത്ഥ son of Pritha. Okay, Mataji? Okay, Oh, Prabhu. son of Pritha, there is no work prescribed for me within all the three planetary systems. ആരാണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്. ഓക്കെ, അതായത് ഈ 3 ലോകത്തിനും, അപ്പർ മിഡിൽ ആൻഡ് ലോവർ പ്ലാനറ്ററി സിസ്റ്റംസിൽ, ഈ 14 ലോകത്തിനും എനിക്ക് ഒരു ജോലിയും പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. നോർ ആം ഐ ഇൻ വാണ്ട് ഓഫ് എനിത്തിങ്, എനിക്കൊന്നും ആവശ്യമില്ല. nor have I need to obtain anything, എനിക്കൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. and yet I am engaged in prescribed duty, എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു. ആ സ്വയം ഭഗവാൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, കൺട്രോളർ, പ്രൊപ്പറേറ്റർ, എൻജോയർ, മാസ്റ്റർ, എല്ലാ പ്രപഞ്ചത്തിന്റെയും, ആധ്യാത്മിക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും അധിപനായിട്ടുള്ള, മാസ്റ്റർ ആയിട്ടുള്ള, കൺട്രോളർ ആയിട്ടുള്ള, പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ആ ഭഗവാൻ നമ്മളെപ്പോലെ കർമ്മം ചെയ്യുന്നു. അർജുന, തനിക്ക് എന്താ പറ്റിയത്? എന്തുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഓടുന്നു എന്നാ പറയുന്നത്. The Supreme Personality of Godhead is described in the Vedic literatures as follows. അപ്പോൾ വേദിക് ലിറ്ററേച്ചറിൽ ഭഗവാനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്: തം ഈശ്വരാനാം പരമം മഹേശ്വരം, തം ദേവതാനാം പരമം ച ദേവതം, പതിം പദീനാം പരമം പരസ്താത്, വിദാമദേവം ഭുവനേശമിദ്യം. ന തസ്യ കാര്യം കാരണം ച വിദ്യത്തെ, ന തത്സമാസ് ചാഭ്യാധികശ്ച ദൃശ്യത്തെ, പരാസ്യ ശക്തിർവിവിധൈവ സൂയത്തെ, സ്വാഭാവികീ ജ്ഞാന ബലക്രിയ ച. എന്താണ്? സുപ്രീം ലോർഡ് ഈസ് എ കൺട്രോളർ ഓഫ് ഓൾ അതർ കൺട്രോളേഴ്സ്. ഓക്കെ, അതായത് അദ്ദേഹമാണ് എല്ലാ കൺട്രോളേഴ്സിന്റെയും കൺട്രോളർ. അതായത് ഈസ് പരമേശ്വരൻ. നമ്മളെല്ലാം ഈശ്വരന്മാരാണ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഈശ്വരന്മാർ. ഓക്കെ, നമ്മൾ വീട്ടിലെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഈശ്വരനാണ് അല്ലേ? ചില ആൾക്കാർ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നു, അവരും ഈശ്വരനാണ്. ചില ആൾക്കാർ എന്താ പറയുക, മിനിസ്ട്രി, നമ്മളുടെ ഭരണകൂടത്തിലെ ചില ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം മിനിസ്ട്രി, ഡിഫൻസ് മിനിസ്ട്രി അല്ലേ,
ഇതൊക്കെ അവരെല്ലാം ചെറിയ ചെറിയ മിനിസ്റ്റേഴ്സ്. നമ്മളും അതേപോലെ വീട്ടിലെ ഒരു ഫാമിലിയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഈശ്വരന്മാരാണ്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആകുമ്പോൾ നമുക്ക് വരാൻ പാടില്ല. ഈശ്വരൻ പറഞ്ഞ നമ്മൾ വലിയ ആളായി. അതായത് കൺട്രോളർ എന്നുള്ള അർത്ഥമുള്ളൂ. പക്ഷെ പരമേശ്വരൻ, ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഈശ്വരനാണ് ഭഗവാൻ. അതാണ് പരമേശ്വരൻ, പരം ഈശ്വര. ആൻഡ് ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ഡൈവേഴ്സ് പ്ലാനറ്ററി ലീഡേഴ്സ്. ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ബ്രഹ്മാവുണ്ട്, ഓക്കെ, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വരുണുണ്ട്, വായുണ്ട്, അഗ്നിയുണ്ട്, ലക്ഷ്മിജി ഉണ്ട്, സരസ്വതി ഉണ്ട്, പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് പ്ലാനറ്ററി ലീഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. അവരെല്ലാം കൺട്രോളേഴ്സ് ആണ്. അപ്പോ അവരെ നമ്മള് പരമ ഈശ്വരൻ, സുപ്രീം കൺട്രോളർ, സുപ്രീം ലീഡറായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. എവ്രിവൺ ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. ഈ സ്മോൾ കൺട്രോളേഴ്സ്, ചെറിയ ചെറിയ ഈശ്വരന്മാരെല്ലാം ഈ വലിയ ഈശ്വരന്റെ അധീനത്തിലാണ്. All entities are delegated with particular power only by the Supreme Lord. They are not supreme themselves. അപ്പോൾ നമ്മള് ഈ മറ്റുള്ള അതായത് സബ് കൺട്രോളേഴ്സ് അവർ ചെയ്യുന്നതെല്ലാം എന്താണ്? ആരാണ് ഇതിനുള്ള ശക്തി കൊടുക്കുന്നത്? ഭഗവാനാണ് ഈ ശക്തി കൊടുക്കുന്നത്. ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ ഒരു ഇല കൂടി ഇളകില്ല. അപ്പം നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം കഴിവാണ് എന്ന് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മളുടെ സ്വന്തം കഴിവ് ഒന്നുമല്ല. കാരണം ഭഗവാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡിൽ നമ്മളുടെ കഴിവിനെ വിഡ്രോ ചെയ്യാൻ പറ്റും, നമ്മൾ അഹങ്കരിച്ച. പക്ഷെ നമ്മൾ പൂർണ്ണ സമർപ്പണം ചെയ്തിട്ട് ആ ഭാവത്തോടെ നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ശക്തിയും കിട്ടും, പിന്നെ അതിലുപരി ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല ഇതെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ എന്തു ചെയ്യുന്നു ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ കൃപയാണ്. ആ ഭഗവാൻ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചിരിക്കണം. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഇതെൻ്റെ കഴിവാണ്, വേറെ ആരും കഴിവല്ല. എപ്പോഴും ക്രെഡിറ്റ് ആരാണ്? ഭഗവാന് കൊടുക്കണം. നമ്മളെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാത്രം ഭഗവാൻ ഉപയോഗിക്കുന്നു, ഒരു ഉപകരണം മാത്രമാണ്. ഭഗവാന്റെ കയ്യിൽ വെറും ഉപകരണം മാത്രമാണ് നമ്മളെല്ലാവരും. നമ്മളുടേതായിട്ടുള്ള ഒന്നുമില്ല. നമ്മളുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശരീരം ഇതെല്ലാം ഭഗവാൻ തന്നിരിക്കുന്നതാണ് എന്ന് നമ്മൾ മറക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വിനയത്വത്തിൽ വരും, വിനമ്രത, ഹ്യൂമിലിറ്റിയിൽ വരും. അല്ലെങ്കിൽ നമുക്ക് അഹംഭാവം ഉണ്ടാവും. സോ എവ്രിവൺ ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. എല്ലാവരും ഭഗവാന്റെ അധീനത്തിലാണ്. All entities are delegated with particular power only by the Supreme Lord. They are not supreme themselves. എല്ലാവരും ഭഗവാന്റെ അധീനത്തിലാണ്. അവരെ ഒരിക്കലും ഭഗവാന്റെ തലത്തിലേക്ക് ഉയരുന്നില്ല. ഭഗവാനെ കോമ്പറ്റീഷനിലേക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, ഞാൻ ഭഗവാനാണ്. ഓക്കെ, അങ്ങനെയാണല്ലോ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു എല്ലാം അത് ഭഗവാൻ കോമ്പറ്റീറ്ററായിട്ട്. ഓക്കെ, ഞാനാണ് ഭഗവാൻ, വിഷ്ണു അല്ല, എല്ലാവരും എൻ്റെ നാമം ചെല്ലണം എന്ന് ഹിരണ്യകശിപു പറഞ്ഞൂല്ലേ. പക്ഷെ പ്രഹ്ലാദൻ അറിയാം ആരാണ് ഭഗവാൻ. പ്രഹ്ലാദൻ ഒരിക്കലും അത് അനുസരിച്ചില്ല. തൻ്റെ സഹപാഠികളോടും എന്താണ് പറഞ്ഞ്, ഹരി, വിഷ്ണു ആണ് ഭഗവാൻ. അതുകൊണ്ട് നാരായണന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഹി ഈസ് ആൾസോ വർഷിപ്പബിൾ ബൈ ഓൾ ഡെമിഗോഡ്സ് ആൻഡ് ഈസ് ദ സുപ്രീം ഡയറക്ടർ ഓഫ് ഓൾ ഡയറക്ടേഴ്സ്. ഈവൻ ദേവി ദേവതമാര്, ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, അഗ്നി, വായു, സൂര്യൻ, ചന്ദ്രൻ, ഇവരെല്ലാവരും ആരാണ് ഭജിക്കുന്നത്? ആരാണ് ഉപാസിക്കുന്നത്? ഭഗവാനെ. He is also worshipped by all demigods and is the supreme director of all directors. Therefore, he is transcendental to all kinds of material leaders and controllers and is worshipable by all. There is no one greater than him and is the supreme cause of all causes. Sarva Karana Karanam, okay, is Asama Urdhva. Nobody is equal to him, nobody is above him. Asama Urdhva. Equal Marilla, Modla Maru, Arulya. He does not possess a bodily form like that of an ordinary living entity. നമ്മളെ പോലുള്ള ഭൗതിക ശരീരം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ ശരീരം എന്താണ്? സച്ചിദാനന്ദ ശരീരമാണ്, സച്ചിദാനന്ദ രൂപം.
There is no difference between his body and his soul. നമുക്ക് അതുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടായിരിക്കുന്ന ആത്മാവ് സച്ചിദാനന്ദമാണ്. ഈസ് അബ്സല്യൂട്ട്, അദ്ദേഹം പൂർണ്ണമാണ്. ഓൾ ഹിസ് സെൻസസ് ആർ ട്രാൻസെൻഡന്റ്, അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അതീന്ദ്രിയ സ്ഥലത്തിലുള്ളതാണ്. എനി വൺ ഓഫ് ഹിസ് സെൻസസ് ക്യാൻ പെർഫോം ദ ആക്ഷൻ ഓഫ് എനി അതർ സെൻസ്. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ പറയുന്ന അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തി മന്തി പശ്യന്തി പാന്തി കളയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദ്ദുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അദ്ദേഹത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും മറ്റു ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളുടെ എന്താ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് മൂക്കൊണ്ട് ശ്വസിക്കാനും നമുക്ക് സ്മെൽ ചെയ്യാനേ പറ്റുള്ളൂ. മൂക്കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്റർചേഞ്ചബിൾ ആണ്. ഏത് കാര്യങ്ങളും ഏത് ഇന്ദ്രിയങ്ങളും കാണിച്ചു. അതുകൊണ്ടാണ് ഭഗവാനെ പൂർണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോപനിഷത്തിലും പറയുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. So there is no one greater than him or equal to. അതായത് അദ്ദേഹത്തിന് അസമോർദ്ധം എന്ന് പറയുന്നു. His potencies are multifarious. അദ്ദേഹത്തിന്റെ ശക്തി, ഒരുപാട് ശക്തികളുണ്ട്. അതിലത്തെ പ്രധാന 3 ശക്തികളാണ് നമ്മൾ എപ്പോഴും പറയുന്നത്: അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, തഥാസ്ഥ ശക്തി. And thus his deeds are automatically performed as a natural sequence. ശ്വേതാസുതര ഉപനിഷത്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മളൊരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ എങ്ങനെ അതേപോലെ നടക്കും. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആലോചിക്കണം അല്ലേ? അത് ചെയ്യണോ ചെയ്യണ്ടേ, പോണോ പോണ്ടേ, പറയണോ പറയണ്ടേ, എല്ലാം സങ്കല്പ വികല്പ അല്ലെ, രണ്ടും അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാം അതിൻ്റെ ഒരു കാര്യം എങ്ങനെ നടന്നു, അതിൻ്റെ നെക്സ്റ്റ് കോൺസിക്വൻസ് സ്റ്റെപ്പ് എന്തായിരിക്കും, സബ്സിക്വൻസ് സ്റ്റെപ്പ് എന്തായിരിക്കും, അത് ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കും. എല്ലാം ഒരു പ്രോഗ്രാം ഓട്ടോമേറ്റഡ് പോലെ. പ്രകൃതി അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ കർമ്മം അപ്പം തന്നെ ഇപ്പൊ കിട്ടണോ, ഒരു മാസം കഴിഞ്ഞ് കിട്ടണോ, ഒരു ജന്മം കഴിഞ്ഞ് കിട്ടണോ, 10 ജന്മം കഴിഞ്ഞ് കിട്ടണോ, അത് അവിടെ എല്ലാം തയ്യാറായി. ഒരു എക്സ്ട്രാ എൻഡവർ, അതിന് പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓട്ടോമേറ്റഡ്. അങ്ങനെയാണ് ഭഗവാന്റെ സെറ്റപ്പ്. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, അടുത്ത കൊല്ലം ഓക്കെ നമ്മളിൽ ഇത്ര ഫിനാൻസ് ഉണ്ട്, മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം, കോളേജിൽ അഡ്മിഷൻ മേടിക്കണം, മകളുടെ കല്യാണം കഴിക്കണം, എങ്ങനെ പണം സ്വരൂപിക്കണം, എങ്ങനെ ചെലവഴിക്കണം, എവിടെ നമ്മൾ ചെലവ് കുറയ്ക്കണം, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യും, അതുപോലെ നടക്കൂല. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് അല്ലേ? പക്ഷെ ഭഗവാന്റെ എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. എങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയറിനെ ഒരു പ്രോഗ്രാം ഫീഡ് ചെയ്തിട്ട് വെച്ചു, അതേ പ്രകാരം ആ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യും ത്രൂ ദ മീഡിയം ഓഫ് ഹാർഡ്വെയർ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നാച്ചുറൽ സീക്വൻസ് ആണ്. അത് പ്രകൃതി നിയമമാണ്, അത് അങ്ങനെ സംഭവിക്കുള്ളൂ. So since everything is in full opulence in the personality of Godhead and is existing in full truth, there is no duty for the Supreme Personality of Godhead to perform. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഫുൾ ആയിട്ടുണ്ട് ഭഗവാനിൽ. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം he has to just enjoy in the company of his devotees. അദ്ദേഹത്തിന്റെ ഭക്തന്മാരായിട്ട് വിലസിച്ച് നടക്കുക, ലീലകൾ ചെയ്ത് നടക്കുക, ആനന്ദത്തോടു കൂടി നടക്കുക. അതാണ് ഭഗവാൻ. പക്ഷെ എങ്കിലും ആ ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്തിലും വന്ന് നമ്മളെ സഹായിക്കുന്നു, തിരിച്ച് ആ ധാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്, തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക്, നമ്മളുടെ പരംപിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ള അവസരങ്ങളെല്ലാം ഭഗവാൻ ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നു. പക്ഷേ നമ്മളത് കാണുന്നില്ല, നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ സ്വർഗലോകം എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ നമ്മുടെ കൂടുതൽ കംഫേർട്സ് ആഗ്രഹിച്ച് അതിന് അറേഞ്ച്മെന്റ് ചെയ്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കുള്ള ആ സ്വർഗലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, ഒരു ക്ലേശങ്ങളില്ലാത്ത ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ നമ്മൾ ക്ഷണിച്ചാൽ അവിടെ പോവാതെ നമ്മൾ ഇവിടെ ഇട്ടാവട്ടത്തില് ജയിലിൽ കഴിയുന്ന പോലെ, ഒരു ജയിൽ പുള്ളിക്ക് അവിടെ കസേരയില്ല,
ടേബിളില്ല, ഫാനില്ല. അപ്പൊ അവിടെ അങ്ങനെ കുറെ കാലം ചെയ്യുന്ന ഓരോ നല്ല ചൂടാണ്. ഒരു ഫാന് കിട്ടിയാൽ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അതേപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും ചെറിയൊരു അബിലിറ്റി, അതെന്റെ സ്വർഗം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ ശരിക്കുള്ള സ്വർഗത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു തന്നിട്ടും മറ്റുള്ളവരുടെ ആ ഒരുപാട് കഥകൾ കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ദുഃഖാലയമാണ്, ഇവിടെ ഒരു കാര്യമില്ല. ആ ഫാന് 2 ദിവസം കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, ദൂരം പോയി. എന്തിനാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വരല്ലേ വേണ്ടേ? ഈ ജയിലിൽ നിന്ന് പുറത്തു വരല്ലേ വേണ്ടേ? അപ്പൊ നമുക്ക് സുന്ദരമായിട്ടുള്ള നല്ല വായു ശ്വസിക്കാൻ പറ്റും, നല്ല പ്രകൃതി അല്ലെ, നല്ല ആൾക്കാരെ, അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിച്ചുകൂടെ? അതേപോലെ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന തുല്യമാണ്. ജയിലിൽ എങ്ങനെ നമ്മുടെ ആ 4 ചുമരിന്റെ ഉള്ളില് യാതൊരു സ്വാതന്ത്ര്യമില്ലാണ്ട് എങ്ങനെ ജീവിക്കുന്നു, പുറത്തു വരുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം. അതേപോലെ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞ ജയിലാണ്. ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞാൽ ജയിലിൽ പുറത്തുനിന്ന് വരുന്ന തുല്യമാണ്. ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും നമുക്ക് നമ്മുടെ ഗുരു സാധു ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നാലും നമ്മൾ അത് ചെവിക്കൊള്ളുന്നില്ല. അതാണ് നമ്മളുടെ വലിയൊരു തെറ്റ്. സോ വൺ ഹു മസ്റ്റ് റിസീവ് ദ റിസൾട്ട്സ് ഓഫ് വർക്ക് has some designated duty, but one who has nothing to achieve within the 3 planetary systems certainly has no duty. ഭഗവാൻ ഇവിടെ പ്രത്യേകിച്ചിട്ട് യാതൊരു നേട്ടവുമില്ല. ഭഗവാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാണ്ട് ഭഗവാൻ ഇവിടെ വേറെ ഒരു ആസ്വാദനത്തിനും വേണ്ടി വന്നില്ല. ഭഗവാൻ തന്റെ സ്വന്തം ധാമില് ആസ്വദിച്ച് ജീവിക്കുകയാണ്. പക്ഷെ തന്റെ മക്കൾ ഇവിടെ ക്ലേശഭരിതരായിട്ട് ജീവിക്കുന്നു, ബുദ്ധിമുട്ടോട് ജീവിക്കുന്നു, അവരെയും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വരുന്നത്. പക്ഷെ നമ്മള് ആ സൈഡിലേക്ക് നോക്കണില്ല. So, and yet Lord Krishna is engaged on the battlefield of Kurukshetra as the leader of Kshatriyas, because the Kshatriyas are duty bound to give protection to the distress. അപ്പോ ക്ഷത്രിയന്മാരെ നയിക്കാൻ വേണ്ടിയിട്ട്, ക്ഷത്രിയന്മാർക്ക് ഒരു ആവേശം, ഒരു ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് എന്താണ് കാര്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കണം, അസുരന്മാരെ വധിക്കണം, ഭക്തന്മാരെ രക്ഷിക്കണം. ഈ കാര്യത്തിനാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. So although he is above all the regulations of the revealed scriptures, he does not do anything that violates the revealed scriptures. അദ്ദേഹം ഈ യമനിയമങ്ങളിൽ പറയാണ്, അതിന് മുകളിലാണ്. രാജാവ് എല്ലാ നിയമങ്ങളും രാജാവിന് ബാധകമല്ല, അതേപോലെ ഭഗവാൻ ഈ നിയമങ്ങളും ബാധക. എങ്കിലും അദ്ദേഹം ഒരു നിയമങ്ങളെയും ലംഘിക്കാറില്ല, ഒരു നിയമങ്ങളും അദ്ദേഹം ലംഘിക്കില്ല. കാരണം അങ്ങനെ ലംഘിച്ചാൽ പ്രജകളെ നമ്മളെ തെറ്റായ വഴി കൂടെ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ നിയമങ്ങളുടെ ബാധകമല്ലെങ്കിലും കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവര് നിയമങ്ങളൊന്നും ലംഘിക്കാതെ സാധാരണ വ്യക്തിയെ പോലെ അവർ ജീവിക്കുന്നു. നമ്മൾക്ക് ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഒരു മോഡൽ ആക്കിയിട്ട് ഓക്കെ. ഇതാണ് ഇതെല്ലാം വായിച്ചത്. യെസ്, അടുത്തത് ടെക്സ്റ്റ് 23 അടുത്ത ആഴ്ച. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णो की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। गो प्रेमानंदे हरि हरि।